അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ ഗുരുനാഥന്മാരെ, അതുപോലെ തന്നെ മദീനത്തുൽ സഹപാഠി സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമുക്കറിയാം, നാം കടന്നു പോകുന്ന മാസം ശഅബാൻ മാസത്തിലൂടെയാണെന്നും വരാനിരിക്കുന്ന പരിശുദ്ധ റമളാനിനെ വിശ്വാസികളെന്ന നിലക്ക് നാം ഓരോരുത്തരും ശ്രദ്ധയോടുകൂടി ചിട്ടയാർന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് അപരിശുദ്ധമായ റമളാനിനെ വരവേൽക്കുന്നതിന് വേണ്ടി നാം ഓരോരുത്തരും തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകൾക്ക് പ്രത്യേകമായി കൊണ്ട് സംവിധാനിച്ചിട്ടുള്ള ഒരു മാസമാണ് റമളാൻ എന്നുള്ളത്. പ്രത്യേകമായ പ്രതിഫലങ്ങൾ, അതുപോലെ തന്നെ പ്രത്യേകമായ ഇബാദത്തുകളിലൂടെ, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയെല്ലാം ഒരു വിശ്വാസി അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് റമളാൻ മാസത്തിൽ കൂടുതൽ പ്രതിഫലങ്ങൾ അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. റമളാൻ മാസത്തിൻ്റെ പ്രത്യേകത നമുക്ക് കാണാം. അല്ലാഹുവിൻ്റെ പ്രവാചകന്മാർ അവരിലേക്ക് അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങൾ, സബൂറാവട്ടെ, തൗറാത്താവട്ടെ, ഇഞ്ചീലാവട്ടെ, സുഹ്ഫ് ഇബ്രാഹിം ആവട്ടെ, തുടങ്ങിയിട്ടുള്ള ഏടുകളാവട്ടെ, അത്തരത്തിലുള്ള എല്ലാവിധ പരിശുദ്ധ ഗ്രന്ഥങ്ങളും, എന്തിനേറെ നാം ഇന്ന് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസാന പ്രവാചകനായ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതീർണമായ പരിശുദ്ധ ഖുർആൻ, എല്ലാം അടങ്ങുന്ന വേദഗ്രന്ഥങ്ങൾ ഈ പരിശുദ്ധമായ റമളാനിൻ്റെ ദിനരാത്രങ്ങളിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകരിലൂടെ നമ്മളിലേക്ക്, ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വയുബയ്യിനു മിനൽ ഹുദാ വൽ ഫുർഖാൻ. പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ജനങ്ങൾക്ക് മാർഗദർശനമായി കൊണ്ടും വഴികാട്ടുന്നതിനും സത്യവും അസത്യവും വേർതിരിച്ചറിയുന്നതിനും വേണ്ടിക്കൊണ്ട് അവതീർണമായ വിശുദ്ധ ഖുർആൻ അത് റമളാൻ മാസത്തിലാണ് അവതരിച്ചിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ റമളാനിൻ്റെ ദിനരാത്രങ്ങൾ വിശ്വാസികളെന്ന നിലയ്ക്ക് നാം എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത്? ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ പുലർച്ചെ എഴുന്നേറ്റതിന് ശേഷം അത്തായം കഴിക്കുകയും അതിനുശേഷം സുബഹ് ബാങ്ക് വരെ, സുബഹ് ബാങ്കിന് ശേഷം അവൻ്റെ നോമ്പ് തുടങ്ങുകയും ചെയ്യുന്ന അവസ്ഥ. സുബഹ് മുതൽ മഗ്രിബ് വരെയുള്ള സമയങ്ങളിൽ അവൻ ഇബാദത്തുകളിൽ കഴിഞ്ഞുകൂടിക്കൊണ്ട് അല്ലാഹുവും അവൻ്റെ റസൂലും പഠിപ്പിച്ച എല്ലാവിധ പ്രാർത്ഥനകളും അതുപോലെ സൽക്കർമ്മങ്ങളുമെല്ലാം പ്രവർത്തിച്ചുകൊണ്ട് അവനവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടെന്ന് മാത്രമാണ്. നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മഹ്ശറയിൽ കാണുന്ന സമയത്ത് വലത് കയ്യിൽ ഗ്രന്ഥം ലഭിക്കുകയും ആ വലത് കയ്യിലെ ഗ്രന്ഥം കനമേറുമാറ് അവൻ അമലസ്വാലിഹാത്തുകളുമായി കൊണ്ട് റബ്ബിനെ കണ്ടുമുട്ടുന്ന സമയത്ത് ഈ റമളാൻ എന്ന് പറയുന്ന മാസത്തിലെ നോമ്പിനും ഈ റമളാൻ മാസത്തിനും അതിലൂടെ കഴിഞ്ഞു പോകുന്ന ഇബാദത്തിനുമെല്ലാം പ്രത്യേകമായി കൊണ്ട് പ്രതിഫലങ്ങളും പ്രത്യേകമായി കൊണ്ടുള്ള പരിഗണനയും നാളെ റബ്ബിൻ്റെ മുമ്പിൽ ലഭിക്കുന്ന സമയം
അവിടെയാണ് റമദാൻ മാസത്തിൽ നാം നോക്കുന്ന നോമ്പിന് പ്രാധാന്യം അർഹിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, വൽ കിതാബിൽ മുഅ്മിനീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ കുന്നാ മുൻദിരീൻ. പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, സ്പഷ്ടമായ വേദഗ്രന്ഥം തന്നെയാണ് സത്യം. തീർച്ചയായും നാം അതിനെ ഒരു അനുഗ്രഹീത രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. തീർച്ചയായും നാം മുന്നറിയിപ്പ് നൽകുന്നവനാകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ രാത്രി കൊണ്ടുദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, മറ്റൊരു ഭാഗത്ത് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. എന്താണ് ആ നിർണിതമായ രാത്രിയെ എന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, തീർച്ചയായും നാം ഇതിനെ ഈ നിർണിത രാത്രി ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയതെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലേക്ക് പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ എത്തിച്ചത് ലൈലത്തുൽ ഖദറിന്റെ റമദാൻ മാസത്തിലുള്ള ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലാണ് എന്നും നാം മനസ്സിലാക്കിയിട്ടുണ്ട്. മറ്റൊരായത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സത്യവിശ്വാസികളെ, നിങ്ങളുടെ മുൻകഴിഞ്ഞു പോയവരോട് കൽപ്പിച്ചതുപോലെ നിങ്ങളിലേക്കും നോമ്പ് നിർബന്ധമായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ദോഷബാധയെ സൂക്ഷിക്കുവാൻ വേണ്ടിയാണ് അത് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം റമദാൻ മാസത്തിൽ നാം പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ രീതിയിൽ എങ്ങനെയാണോ നോമ്പ് അനുഷ്ഠിക്കേണ്ടത്, അതുപോലെ ആ നോമ്പ് അനുഷ്ഠിക്കുന്നതിൽ എന്താണ് നാം ആ ദിനരാത്രങ്ങളിൽ ചെയ്യേണ്ടത് എന്നുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെക്കുന്നുണ്ട്. റമദാൻ മാസത്തിൽ കൂടുതൽ ഇബാദത്തുകളോട് മുഴുകിക്കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ അവതീർണമായ മാസം എന്ന നിലക്ക് അപരിശുദ്ധമായ ഖുർആനിനെ ധാരാളം ഓതുവാനും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാനും പഠിക്കുവാനും നാം ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദീർഘായുസ് നൽകുമാറാവട്ടെ. റമദാനിലേക്ക് എത്തുവാനും റമദാനിൻ്റെ ദിനരാത്രങ്ങൾ ഉപയോഗപ്പെടുത്തുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അത്തരത്തിൽ റമദാനിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് വന്നു കഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കുന്നതിനും നാം ചെയ്തു പോയിട്ടുള്ള എല്ലാവിധ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരികയും അതുപോലെ തന്നെ സ്വർഗ കവാടങ്ങൾ തുറന്നു വെക്കപ്പെടുകയും നരകത്തിൻ്റെ കവാടങ്ങൾ അടയ്ക്കുകയും ചെയ്യുന്ന സമയമാണ് റമദാൻ മാസം എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് കാണാം, പിശാചുകളെ ചെങ്ങലക്കിടുന്ന സമയം കൂടിയാണ് ആ റമദാൻ മാസം എന്നുള്ളത്. അതുകൊണ്ട് വിശ്വാസികളെന്ന നിലക്ക് നാം ഓരോരുത്തരും ആ റമദാനിനെ പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, റമദാനിൽ അനുഷ്ഠിക്കുന്ന നോമ്പടക്കമുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.